ചിലരോടൊക്കെ പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനിച്ചിട്ടുണ്ടാകാം. ജീവിതയാത്രയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരുന്ന അനേകരുണ്ട്. ഏറെ പ്രത്യേകിച്ച് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കന്മാർ, ദൈവം തുണയായിട്ട് നൽകിയ ജീവിത പങ്കാളി, അവിടെ നൽകിയ മക്കൾ, ജീവിതാരംഭം മുതലേ നിമിഷം വരെ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പുകളെ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വൈദികരെയും സന്യാസിനെയും സെമിനാരി വിദ്യാർത്ഥികളെയും സന്യാസിനിയാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ധാരാളം ദൈവവിളികൾ ഇനിയും നമ്മുടെ മണ്ണിൽ നിന്നുണ്ടാകുവാനായിട്ട് അനേകരുടെ തിരുവള്ളവയിലേക്ക് വിളിക്കാൻ തിരുവള്ളമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയോട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് വലിയ വിശ്വാസത്തോടുകൂടെ നവനാചരണങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലാം. അങ്ങേ തിരുക്കുമാരന്റെ പക്കൽ അങ്ങ് സമർപ്പിക്കണമേ. ജീവിതത്തിലും മരണത്തിലും അങ്ങ് ഞങ്ങളുടെ അമ്മയായിരിക്കണമേ. അടിയുറച്ച വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മുന്നോട്ട് നീങ്ങുവാനും അതുവഴി സ്വർഗ കവാടത്തിൽ എത്തിച്ചേരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തരത്തിനുമാകിയും അങ്ങേ പുത്രന്റെ മാതാവും അമൃതയുമായ പരിശുദ്ധ മാതാവിന് നിങ്ങൾക്ക് സ്വർഗീയ മധ്യസ്ഥയായി നൽകിയത് അങ്ങേ മക്കളായ ഞങ്ങൾ സ്വർഗീയ കാര്യങ്ങളെ സർവദാ സ്വന്തപതിപ്പിക്കുവാൻ ഹലുവാക്കട ശുദ്ധാത്മാവിനും സ്തുതി. രോഗികളായിട്ട് ഭവനങ്ങളിലും ആശുപത്രികളിലും ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന